ഒരു പള്ളിയിൽ അച്ഛനോട് ഒരാൾ വന്നിട്ട് പറയുക, കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, അച്ഛാ അവൾ ശരിയാവില്ല, അച്ഛാ അവൾ ശരിയാവില്ല, അങ്ങനെ കുഴപ്പമുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞതെന്നറിയോ? എടാ നീ അവളെ ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് ചെയ്യാനാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്? ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളാണല്ലോ ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞ? ഡിവോഴ്സ്. അപ്പോൾ ഇവൻ ചോദിച്ചു, അച്ഛാ ഡിവോഴ്സ് ചെയ്യും, എന്താ പ്രശ്നം എന്നറിയോ? നിനക്ക് പെർഫെക്ഷനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്, അപകടകരമായ ചില ചിന്തകളുണ്ട് പെർഫെക്ഷനെ കുറിച്ച്. അതുള്ളിടത്തോളം കാലം ഒരാളുടെ കൂടെ ജീവിക്കാമെന്ന് നീ ആഗ്രഹിക്കണ്ട, നടക്കൂലടാ. പെർഫെക്ഷനുള്ള ഒരാളെ നീ തിരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നടക്കൂല. ഖുർആൻ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചത് എന്താണ്? അതാണ് ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കല്യാണം കഴിക്കുന്ന രണ്ട് ആളുകളോട്, ആണിനോടും പെണ്ണിനോടും പടച്ചവനെ ഓർമ്മിപ്പിക്കുന്ന മൂന്നേ കാര്യങ്ങളേ ഉള്ളൂ. അതെന്താണെന്നറിയോ? ഒന്നാമത്തേത് ആയത്ത് വേണമെങ്കിൽ ചൊല്ലാൻ മതി, ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. കല്യാണം കഴിക്കുന്ന രണ്ടാളുകളോട് പടച്ചവനെ ഓർമ്മിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്നെന്താണെന്നറിയാം? മിൻ അംഫുസിക്കും. എന്താ അർത്ഥം എന്നറിയോ? ഇതൊരു മനുഷ്യനാണ്. ഇതൊരു വാക്കാത്. എടാ അതൊരു മനുഷ്യനാടാ. ഒരു പെർഫെക്ഷനും പ്രതീക്ഷിക്കരുത്. പെർഫെക്ഷൻ ഇല്ല. പടച്ചോന് മാത്രമുള്ളൊരു കാര്യമാണ്. പിന്നെ എങ്ങനെ മനുഷ്യനുണ്ടാവും അത്? പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് എ പ്രോസസ്. പെർഫെക്ഷനെ നമുക്ക് തൊടാനാവില്ല, തേടാനേ ആവൂ. പെർഫെക്ഷനെ നമുക്ക് തൊടാൻ കഴിയില്ല, തേടാം. അതിൻ്റെ അരികിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എന്നെ എന്തുമാത്രം സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനുഷ്യനെ ഓർമ്മിക്കുന്നത്, നമ്മളെല്ലാ മനുഷ്യനെ ഓർമ്മിക്കുന്നത്. ആണ് വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയാം? എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് റെസ്പെക്റ്റ്, ഒന്ന് അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കൽ, അയാളുടെ പോരായ്മകളോട് അയാളെ സ്വീകരിക്കൽ, അയാളുടെ പോരായ്മകളോട് അയാളെ സ്നേഹിക്കൽ. 800 കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരാളല്ലേ, ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലേ? 800 കോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്തിപ്പോൾ. ഈ 800 കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാളല്ലേ അയാളുടെ ആനന്ദങ്ങൾ, അയാളുടെ ഉന്മാദങ്ങൾ, അയാളുടെ നിരാശകൾ, അയാളുടെ ഭയം, അയാളുടെ സങ്കടം, അയാളുടെ പോരായ്മകൾ, അത് ഞാൻ അറിയണം. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളുടേത് ഞാൻ അറിയണം. അയാൾ സന്തോഷിക്കാൻ കാരണമാകുന്ന ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാവും, അതൊന്ന് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിൻ അൻഫുസിക്കും. പിന്നെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയാം? പിന്നെ പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന് നിശ്ചയമായി സ്നേഹം, അത് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഖുർആൻ വേറൊരു സാധനം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? റഹ്മത്ത്. എന്താ? കാരുണ്യം, എമ്പതി. എന്തൊരു വാക്കാ! എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദന ഉണ്ട്, അടിവയറ്റിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും വേദനയുണ്ട്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയും തോന്നണില്ല, വല്ലാത്ത വേദനയും പ്രയാസമുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള മരുന്നല്ലല്ലോ. അല്ലല്ലോ? അതിനായിരുന്നെങ്കിൽ അവൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടാ പറയാം. നമ്മളോട് വന്ന് പറഞ്ഞ എന്തിനായിരുന്നു? റഹ്മത്ത്. ജോലിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയുമായി രാവിലെ പോയൊരു മനുഷ്യനേ അല്ല തിരിച്ചു വരുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കരുത് അയാളുടെ സങ്കടങ്ങൾ നിങ്ങളോട് പറയുന്നു. നടക്കുകയില്ല, പറയൂല. മഹാഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരും അയാളുടെ സങ്കടങ്ങൾ ഒരാളോടും പറയൂല.
അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് നോക്കുക എന്നല്ലാതെ ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പം മുഖം വാടുന്നു, ആകെ ഒരാളിങ്ങനെ രൂപം തന്നെ മാറിയിരിക്കുന്നു. രാവിലെ പോയ ഒരാളേ അല്ല. നിങ്ങൾ ചെന്നിട്ട് ചോദിക്കും എന്ത് പറ്റി, ആൾ പറയൂല. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കും, പറയൂല. ഞാൻ കുറച്ചേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറയും. എനിക്ക് കുറച്ചൊരു സമാധാനം തരുമെന്നൊക്കെ പറയും. അപ്പോൾ ഇവർ മക്കളെ പറഞ്ഞു കേൾക്കും. പാപ്പനോടൊന്ന് ചോദിച്ചു നോക്കൂ, അപ്പാക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ. മക്കളെ വിടും. മക്കൾ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുക. പുരുഷന്മാരങ്ങനെയാണ്. ദേഷ്യം വന്നാലും ദേഷ്യപ്പെടും, സങ്കടം വന്നാലും ദേഷ്യപ്പെടും. സ്ത്രീകളോ ദേഷ്യം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. അവൾ നമ്മളെ വേദനിപ്പിച്ചാലും അവൾ കരയും, നമ്മൾ അവളെ വേദനിപ്പിച്ചാലും അവൾ കരയും. പുരുഷന് സങ്കടമൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ നിമിഷം ഒരു ഉമ്മയായിട്ട് മാറണം. പെണ്ണിന് ഒറ്റ നിമിഷം കൊണ്ട് ഇതൊക്കെ ആകാൻ കഴിയും. കാമുകിയാകാനും സുഹൃത്താവാനും പെങ്ങളാവാനും ഉമ്മയാവാനും നിമിഷങ്ങൾ മതി. അവൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടോ? ഉറപ്പിച്ചോളൂ, ഉമ്മയായിട്ടുണ്ട്. അല്ല വളരെ വാത്സല്യവും കുസൃതിയൊക്കെ വേണോ? അപ്പം ഉറപ്പിച്ചോളൂ, അനിയത്തിയായിട്ടുണ്ട്. വല്ലാത്തൊരു കൃപയും ദയയും ഒക്കെയാണോ? ഉറപ്പിച്ചോളൂ, താത്തയായിട്ടുണ്ട്. പ്രണയമാണോ? കാമുകിയായിട്ടുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ഭിന്നമാറ്റങ്ങളിലേക്കെല്ലാം ചെന്ന് ചേക്കേറാൻ കഴിയുന്ന അസാധാരണമായൊരു വൈഭവം പെണ്ണിൻ്റെ ഉള്ളിൽ പടച്ചവനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാതെ ഒറ്റയ്ക്കിരിക്കാനും ഇങ്ങനെ ആലോചിച്ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം ആലോചിച്ചോളൂ. നിങ്ങളോട് അയാൾ സംസാരിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല, ഒന്നും വേണ്ട. ഒറ്റ നിമിഷം കൊണ്ടൊരു ഉമ്മയായി മാറിക്കോളൂ. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിലെ ഇരുളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചു വരച്ചിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നത് എങ്ങോട്ടാ? കുട്ടിക്കാലം മുതൽ കാണുന്ന മനുഷ്യന്മാരുള്ള നാടാണല്ലോ. എന്തേ അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരാളുടെ മടിത്തട്ട് തേടിപ്പോയത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചത് എന്താണ്? ജമ്മിലൂനി അല്ലേ? ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ പുതപ്പിട്ട് മൂടൂ. എന്ത് പതപ്പാ? ശീല കൊണ്ടുള്ള പതപ്പ? അതിനാണെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയപ്പോരെ. പിന്നെ എന്ത് പതപ്പാ? ഇളം ചൂടുള്ള നിന്റെ ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരൂ. ജമ്മിൽനീ എന്നല്ല കേട്ടോ, നീ എന്നല്ല വിളിച്ചത്. അതും കൂടി ആലോചിക്കണോ? നീ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ചിരുന്നതെങ്കിൽ ജമ്മിൽനീ എന്നാ പറയുക. ഇവിടെ എന്താ പറഞ്ഞേ? ജമ്മിലൂനി, നിങ്ങൾ. കാരണം അതാരാന്നറിയാം? ഇത് ഉമ്മയാണ്. വളരെ കുറച്ച് സമയമേ പ്രണയമൊക്കെ വരുള്ളൂ, ബാക്കിയൊക്കെ ഉമ്മയാണ്.